ഹേ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓഫ് ഫ്ലോഗ്രാച്ചി. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു വെടിപ്പെരുന്നാൾ ആശംസകൾ ഞാൻ നേരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ചൊക്കെ പേര് കുട്ടികളൊക്കെ എല്ലാവരും മൈലാഞ്ചി ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ കൊച്ചനിയത്തിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പാത്തോസ്. അപ്പോൾ പാത്തു ഇട്ടു, പക്ഷേ പാത്തുവിൻ്റെ ഇത് ഭയങ്കര കോളായിപ്പോയി. അപ്പോൾ പാത്തു ഞാനും കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ്. നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഗൈസ്, അപ്പോൾ രാവിലേക്ക് കഴിക്കണേൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജ് തീർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പൊരിഞ്ഞ വെയിലാണ്. ഞങ്ങളിപ്പോൾ പുറത്ത് പൊന്മുടിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ പൊന്മുടിയിലോട്ട് പോകാം. ഇപ്പോൾ സമയം 1 മണിയായിട്ടേ ഉള്ളൂ. ഭയങ്കര ചൂടാണ്. അതാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത് പോലും കാണാൻ കഴിയുന്നില്ല. നമുക്ക് നേരെ പൊന്മുടിയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ വരണ വഴിക്ക് മീൻമുട്ടിയിൽ കയറി. ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് കുളിക്കാന്നൊക്കെ പറഞ്ഞാണ് കയറിയത്. അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. വണ്ടി കയറി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല വെള്ളച്ചാട്ടം അവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല. അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ മീൻമുട്ടിയിൽ നിന്ന് ഇറങ്ങി, നമ്മൾ കുളിച്ചിട്ടിറങ്ങി. അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റിയില്ലായിരുന്നു. എല്ലാവരും കുളിക്കുന്നതല്ലേ, അപ്പം അങ്ങനെ എടുത്തുകൂടാന്ന് പറഞ്ഞു. നമ്മളിതാ പൊന്മുടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പൊന്മുടിയിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ. നല്ല കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ്. മേഘം മലയിൽ ഇങ്ങനെ വന്നിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. മല പോലും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മഞ്ഞാണ്. മഞ്ഞായി അടിപൊളി. ഇപ്പം നമ്മൾ മല ഒന്നും കാണാൻ കഴിയുന്നില്ല. കോടമഞ്ഞ്. അപ്പോൾ ഗെയ്സ്, ഇപ്പോൾ 4:48 നമ്മൾ തൊഴിൽ. അപ്പോൾ ഗെയ്സ്, നമ്മൾ തിന്നാൻ പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ബിരിയാണിയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ബിരിയാണി ഉണ്ട്, പപ്പടം ഉണ്ട്, സാലഡ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ബീഫ് പെരട്ടുണ്ട്. അപ്പം എൻ്റെ അനിയനുണ്ട്, എൻ്റെ കൊച്ചാരമുണ്ട്, എൻ്റെ വാപ്പ ഉണ്ട്, അമ്മ ഉണ്ട്, പിന്നെ ഉമ്മ ഉണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ അത് ഇത്രയാണ് കഴിക്കാനുള്ളത്. ഞാൻ തിന്നോട്ടെ. അപ്പോൾ ഗൈസ്, എൻ്റെ കള്ള കരിയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കുളിക്കാൻ പോയ സമയത്ത് പോയതാണ്. പിന്നെ മുടിഞ്ഞ ബ്ലോക്കായി ഇരിക്കുകയാണ്, നമുക്ക് പോകാൻ കഴിയത്തില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഉണ്ടാക്കി കൊണ്ടുവന്ന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. കാറിലാണ് വന്നതുകൊണ്ട് നമുക്ക് നടന്നേ പോകാൻ കഴിയും. ഞാൻ ബ്ലോക്ക് കാണിച്ചു തരാം. ബ്ലോക്ക് എന്ന് പറയുന്നത് അങ്ങ് കുറേ പേരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. ഇന്ന് മുതൽ ഇത് അങ്ങ് വരെയാണ് ബ്ലോക്ക്. കുറേയൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ നടന്നുമാണ് എല്ലാവരും പോകുന്നത്. ഇതൊക്കെ കാണണം. നല്ല അടിപൊളി മൂടൽ മഞ്ഞ്. അടിപൊളി മൂടൽ മഞ്ഞാണ് കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ പോണ വഴിക്ക് ഒരു പൂവിനെ കണ്ടു. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള നല്ല വലിയൊരു പൂവാണ്. ഇതെന്ത് പൂവാണെന്ന് അറിയാന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇതാണ് ആയിട്ടുണ്ട് ഈ മുകൾ ഭാഗം മാത്രം. നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ. കണ്ടിട്ടുള്ളവരോ അറിയാന്നുള്ളവരോ കമൻറ്റ് ചെയ്യുക. എന്ത് ഫ്ലവറാണെന്ന്. ഒരു വലിയ പൂവാണ്. നല്ല കൊടും മഞ്ഞാണ്. ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അടുത്തേക്കണവരെ അറിയാൻ പറ്റുന്നുള്ളൂ. ദൂരെ പോണവരെയൊന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കൊടും തണുപ്പാണ്. ഇനി 6 ഹെയർ പിന്നേ ഉള്ളൂ.
ഗൈസ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മേലി കഴിയിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ എല്ലാവർക്കും